ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടാ. കാരണം കുറേ നാളായി വിചാരിക്കുന്ന നാളെ ക്ലീനാക്കാം, മറ്റന്നാൾ ക്ലീനാക്കാം, അങ്ങനെ നീണ്ട് പോയി. അപ്പം ഇന്ന് എന്തായാലും ക്ലീനാക്കാമെന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ടാ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി വെച്ച ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് വെക്കൽ. അപ്പം നമുക്ക് കുറേ നാൾ കേടുകൂടാണ്ട് കിട്ടുന്നുണ്ട്. ചില ആൾ ഈ ബോക്സിലാക്കിയിട്ടും വെക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെ കവറിലാക്കി വെക്കുന്നതായിട്ടാണ് തോന്നിയത്. കാരണം മൊത്തത്തിലൊന്ന് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന പോലെ തോന്നിയത്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റേതായ ഓരോരോ റാക്ക് ഊരിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. അത് ഗ്ലാസും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഞാൻ എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പം ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ആക്കണം. കാരണം നമ്മൾ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇടയ്ക്ക് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കോഫി പൗഡറെല്ലാം ആകെ മറിഞ്ഞിട്ട് അത്യാവശ്യം റാക്കിലെല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാനാന്നിട്ട് ഞാനൊന്ന് കഴുകിയെടുത്ത് ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്നതിന് മുമ്പ് അതിൻ്റെ റാക്കും കാര്യങ്ങളിൽ കഴുകി വെച്ചിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുമ്പോഴേക്ക് ഇത് ഉണങ്ങി കിട്ടുമല്ല. അപ്പോൾ ഞാനൊന്ന് മൊത്തത്തിൽ കഴുകിയെടുത്ത് അതിന് ശേഷം ഞാനിതാ മൊത്തത്തിലൊന്ന് തുടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആദ്യം ഞാൻ ഉണങ്ങിയ തുണിയെടുത്ത് മൊത്തത്തിലൊന്ന് പൊടി തട്ടി. കാരണം അത്യാവശ്യം പൊടിയുണ്ട്. അപ്പം നമ്മൾ നനഞ്ഞ ക്ലോത്ത് ഉപയോഗിക്കുന്നെങ്കിൽ അത് മൊത്തത്തിലൊന്ന് ആടെ പറ്റിപ്പിടിക്കും ഓരോരോ പൊടി. അപ്പം ഫസ്റ്റ് എന്താക്കുക, നനവില്ലാത്ത ക്ലോത്ത് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് വിനാഗിരിയും അത് കോട്ടൺ ക്ലോത്തോ നല്ലൊരു ക്ലോത്ത് ഉണങ്ങിയ ക്ലോത്ത് എടുത്ത് അതിലേക്ക് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ശേഷം മൊത്തത്തിലൊന്ന് ഫ്രിഡ്ജ് തുടച്ചെടുക്കുക ഉൾഭാഗമെല്ലാം. കാരണം ബാഡ് സ്മെല്ല്, ബാക്ടീരിയ അങ്ങനെ എന്തുണ്ടെങ്കിലും അത് പോയി കിട്ടും. ചില ഫ്രിഡ്ജിലും കാണുന്നില്ല ഭയങ്കര മീൻ്റെ സ്മെല്ലെല്ലാം. അപ്പം അതെല്ലാം ഒന്ന് പോയി കിട്ടും. അപ്പം ചിലരുണ്ട് ഈ സോപ്പ് ഇട്ടിട്ട് കഴുകുക, കമ്പി ഇട്ടിട്ട് ഉരക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഏറ്റവും നല്ലത് ഇങ്ങനെ വിനാഗിരി എടുത്ത് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ബ്ലാക്ക് എല്ലാം സൈഡിലെല്ലാം ഉണ്ടാവും. അപ്പം അതും ഇതേപോലെ വിനാഗിരി കൊണ്ട് ജസ്റ്റ് മെല്ലെ ചെയ്യണം. കാരണം സ്പീഡ് ചെയ്യാൻ പാടില്ല, പ്രസ് ആക്കാൻ പാടില്ല. കാരണം അതൊന്ന് ലൂസായിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പ്രാണികൾ ഫ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിട്ട് വേണം അതിൻ്റെ ഇടയിലെല്ലാം ഒന്ന് തുടച്ചെടുക്കാൻ. അതേപോലെ ഞാൻ മുകൾ ഭാഗത്തും ജസ്റ്റ് ഒന്ന് പൊടി തട്ടി അതിനുശേഷം വിനാഗിരിയിൽ മുക്കിയ കോട്ടൺ തുണി കൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്ത് അതിനുശേഷം ഞാൻ പുറം ഭാഗമൊന്ന് തുടച്ചെടുത്ത് അത്യാവശ്യം കുറച്ച് കറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനത് അതേപോലെ തന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്ത ശേഷം ഞാൻ നേരത്തെ കഴുകി വെച്ച റാക്കില്ലേ അത് ഞാൻ ഉണങ്ങിയ ക്ലോത്ത് കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കുക, അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. മൊത്തത്തിൽ അത്യാവശ്യമല്ല, ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫുള്ള് സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.